മന്ത്രി പുങ്കപത്തിയും സുരേഷിന്റെ പേരാ പറഞ്ഞത്. അതാ കുഞ്ഞിക്കണ്ണന്മാരുടെ കളിയാ. താത്വികാചാര്യൻ കണത്താ കൊണത്താ പറഞ്ഞ് നടക്കുക. എന്നെ ആക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഭൂരിപക്ഷത്തിൽ രണ്ടുപേരും കുറവാ, അതോർക്കണം. അവരെ മേടിക്കാൻ 5 പൈസ ഞാൻ മുടക്കില്ല. അവനവരെ കാല് വലിച്ചു വന്നതല്ലേ. തൽക്കാലം അവനവിടെ വെറും മെമ്പറായിട്ട് ഇരുന്നാൽ മതി. മെമ്പർ ഒലീന ബിജോയുടെ പേര് പറഞ്ഞു. മനസ്സിലായോ? നേതൃത്വം ചോദിച്ചാൽ എന്ത് പറയും? സവിശേഷ സാഹചര്യം എന്തോന്ന് എനിക്ക് അറിയില്ല. പിന്നെയും ചോദിച്ചാ എനക്ക് അറിയില്ല. ആരെ പ്രസിഡന്റ് ആക്കണമെന്ന് നമുക്ക് ഇപ്പൊ തീരുമാനിക്കാം. ഡിമാൻഡ് അംഗീകരിക്കുമോ നോക്കട്ടെ. ഗോമാതാശ്രീ തുടരുത്. ഇതാണ്ടേ, ഞങ്ങൾക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. ഗോമൂത്രം കുപ്പിയിലാക്കി വിൽക്കാനും ചാണകത്തിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കാനുള്ള ഫാക്ടറിയുടെ കാര്യം പഞ്ചായത്തിന്റെ ആദ്യ മീറ്റിംഗിൽ തന്നെ നടപ്പാക്കി തരണം. അല്ല, ചക്കരക്കുടം പഞ്ചായത്തിന്റെ പേര് വാത്സ്യായനപുരം എന്നാക്കണം. വാത്സ്യായനോ? അതാരേട്ടാ? വോട്ട് വേണോ വേണ്ടായോ ആലോചിക്കേണ്ടി വരും. അപ്പൊ സുനന്ദയ്ക്ക് വോട്ട് കുത്തുന്ന കാര്യമോ ആലോചിക്കേണ്ടി വരും. ശരി സഖാവ്. അതാണ് സുരേഷ് BRP. നിങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് എൻ്റെ ബീബി വോട്ട് കുത്തും. പക്ഷേ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എന്ത്? അവൾ ഇരിക്കുന്നിടത്ത് ഓരോ മീറ്റിങ്ങിലും പ്രത്യേക മറ വേണം. പിന്നെ എന്നൊക്കെ മീറ്റിംഗ് ഉണ്ടോ എൻ്റെ കടയിൽ നിന്നായിരിക്കും പാഴ്സൽ. അങ്ങനുണ്ടെങ്കിൽ വോട്ടുറപ്പ്. ഇതൊന്നും നടക്കില്ല. ഇതെല്ലാം പിന്തിരിപ്പൻ ആശയങ്ങളാണ്. സുലൈമാന്റെ ബീവിക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ്. ഓക്കെ അല്ലേ? വയസ്സെങ്കിൽ വയസ്സ്. ഇത്തവണത്തെ മാങ്ങയുടെ പുളിയേ ലേശം കൂടുതലാ. നാളെയല്ലേ സുനന്ദ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്? ആ ചേച്ചി, അപ്പൊ നാളെ പ്രസിഡന്റായിട്ട് കാണാം. വരുമ്പോ മറക്കാതെ ചെലവും കൊണ്ട് വരണം. ചേച്ചി അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കൊന്നുമില്ല. ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ. മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിലേ ഇച്ചിരി കൂടുതൽ ഇട്ടു. ആരോ വരുന്നുണ്ടല്ലോ. അവളുടെ വണ്ടിയല്ല. മെമ്പർക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ, പിടിക്ക് പിടിക്ക് പിടി. ഇവൻ വെറും ടമ്മിയാണ്. ശരിക്കും മറ്റവനാണ് പണിയുന്നത്. ആരൊക്കെയത് പറഞ്ഞടാ. പ്രസിഡന്റ് സുരേഷ് എന്നൊരു സഖാവാണ്. കൂടുതൽ കളിക്കാന്നുണ്ടല്ലോ പാർട്ടി ഇടപെടും. മനസ്സിലായല്ലോ? പ്രശ്നമൊന്നും ഇല്ലാന്ന്. അപ്പൊ ശരി, പറഞ്ഞ പോലെ. ഇവിടെ അച്ഛനും തോറ്റി. പ്രഷർ കൂടിയതാ. പേടിക്കാനൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ കാര്യം മാത്രമല്ല ചേച്ചി. എനിക്കും പ്രശ്നമൊന്നുമില്ല.
ഹലോ ഒരു സെക്കൻഡ്. സഖാവ് കെ പി അല്ലേ രാധന? കെ പി ഇപ്പോൾ അടുത്തില്ല. കെ പി എൽ സി സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു, വേഗം ചെല്ലാൻ പറഞ്ഞു. ഇവിടുന്ന് എങ്ങനെ? നാളെ കാണാമെന്ന് പറഞ്ഞു. വളരെ അത്യാവശ്യമെന്ന് പറഞ്ഞു, പെട്ടെന്ന് വേണമെന്ന്. നീ പൊയ്ക്കോ, ഞാനിവിടെ ഇല്ലേ? വേണ്ട. പൊയ്ക്കോടാ. വാ. പറ സഖാവ് ശശിയുടെ തീരുമാനം എന്താ? പറ. ബിജോയ്ക്ക് വോട്ട് ചെയ്യൂല, അത്ര തന്നെ. ഉറച്ച തീരുമാനമാണോ? അതെ. അപ്പൊ നിനക്ക് ഇത്ര നേരം കിട്ടിയൊന്നും പോരാ. എന്നെ കൊന്നാലും ശരി, ബിജോയ്ക്ക് ഞാൻ വോട്ട് ചെയ്യൂല. പാർട്ടി പറയും, അതങ്ങ് ചെയ്താ മതി. ഹലോ. റിസോർട്ടിൽ അവനില്ല, അവൻ എങ്ങോട്ടോ ചാടിപ്പോയി. ചാടിപ്പോയെന്നോ? എന്റെ അലക്സ് ജി, ഞാൻ നിങ്ങളെയല്ലേ ഏൽപ്പിച്ചിരുന്നേ. ഈ അവസാന നിമിഷം എവിടെ പോയി തപ്പാനാ? നാളെ നമ്മൾ തോറ്റാലേ അതിന്റെ ഉത്തരവാദി അലക്സ് ജി മാത്രമായിരിക്കും. ഹലോ ഹലോ, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പ്രാദേശിക പാർട്ടികൾക്കും അതിനിർണായകമായ തങ്ങളുടെ ഭരണസാരഥികൾ ആരാണെന്നുള്ള തീരുമാനം ഇന്നുണ്ടാകും. തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഞങ്ങളുടെ ഒരു മെമ്പർ കൂടി വരാനുണ്ട്. വന്നില്ലേ വരട്ടെ, ഇനി ഇവിടെ ഉള്ളവരോ കോട്ടി ഒരാൾ വന്നില്ലെന്ന് കേട്ടി അങ്ങനെ ചുരുവിനൊന്നും ജയിക്കാന്ന് കരുതണ്ട. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പറഞ്ഞാ ഇങ്ങനെ. ശരി ശരി, തർക്കം നിർത്ത്. ഒരു മിനിറ്റ് കൂടെ നോക്കാം. വൈസ് പ്രസിഡന്റാ, ഞാൻ പഠിപ്പിച്ചെല്ലാം ഓർമ്മയുണ്ടല്ലോ. കറക്റ്റിന് കുത്തിക്കോണം. എക്സ്ക്യൂസ് മീ സർ. യെസ്. സോറി, ഒരു അല്പം ലേറ്റായി. അല്ലല്ല, അവന്റെ പ്രസിഡന്റ്. ഹാജർ പൂർണ്ണമായ സ്ഥിതിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പേരുകൾ നിർദ്ദേശിക്കാം. ഞാൻ കെ പി സുരേഷിന്റെ പേര് നിർദ്ദേശിക്കുന്നു. ഞാൻ പിന്താങ്ങുന്നേ. ഞാൻ കെ പി സുനന്ദയുടെ പേര് നിർദ്ദേശിക്കുന്നു. ഞാൻ പിന്താകുന്നു. എന്താ പോരെ? ഇനി വോട്ടിങ്ങിലേക്ക് പോവുകയാണ്. LDPക്കാണോ UDPക്കാണോ ഭരണം എന്ന ആകാംക്ഷയിലാണ് നാട് മുഴുവൻ. ഫലം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആകെ വോട്ട് 14. കെ പി സുരേഷ് 8 വോട്ട്. കെ പി സുനന്ദ 6 വോട്ട്. കെ പി സുരേഷിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം പ്രഖ്യാപിക്കുന്നു. വേണ്ടേ? അതെ മിടുക്കി, ഒന്ന് നിന്നേ. ഞാനൊരു കുഞ്ഞാളാണെന്ന് നീ വിചാരിച്ച? എനിക്കിപ്പോ നിന്നോട് സംസാരിക്കണ്ട. നിന്റെ തന്ത തന്നെയാണ് എന്റെയും തന്ത. എന്നെ ജയിപ്പിച്ച് തോപ്പിക്കുകയായിരുന്നില്ലേ? എന്തെന്ന്? അയ്യോ, ഒന്നും അറിയാത്ത പോലെ. നിന്റെ എല്ലാ കള്ളക്കളിയും എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായെന്നാ? കക്ഷികളുടെ എണ്ണം കൂടിയപ്പോൾ ഇനി ഇവിടെ ഒരു തൂക്ക് പഞ്ചായത്തിനാണ് സാധ്യത കണക്ക് കൂട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർണായകമായേക്കാവുന്ന ഒരു വോട്ട് കേരശ്രേഷ്ഠ പുരസ്കാരം എന്ന് പറഞ്ഞ് ഒരു പുതപ്പിൽ ചുരുട്ടിയെടുത്തു കീശയിലാക്കി അല്ലേ? ചുമ്മാതിരുന്ന ശശിയെ ഇളക്കി സീറ്റ് ഒതുപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്ത് ചാടിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി. കെട്ടിവെക്കാനുള്ള കാശ് മുതൽ പോസ്റ്ററും ഫ്ലെക്സും വരെ സ്വന്തം ചെലവിൽ നീ അടിച്ചു കൊടുത്തു. ഇനി ഞാൻ വന്ന് വിളിക്കുന്നവരെ ചേട്ടന്റെ താമസം ദേ റിസോർട്ടിലായിരിക്കും.
ഒരു പ്രശ്നമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചാ. ജയിച്ചു വന്ന ശശിയെ വെച്ച് റിസോർട്ട് രാഷ്ട്രീയം കളിച്ചു. പിടികൊടുത്തേക്ക്. പാർട്ടി ഏത് കുറ്റിച്ചൂല നിർത്തിയാലും ഞാൻ വോട്ട് ചെയ്യും. കാല് വാരി വന്ന ഇവനായാലും ഞാൻ വോട്ട് ചെയ്യും. ബിജോയെ പറ്റില്ല. ഒടുവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബിജോയ് വരുമെന്ന് കണ്ട നീ ശശിയെ ചാടിച്ച് എന്റെ പേര് പറയാതെ പറയിപ്പിച്ചു. അവസാനം ശശിയെ കൊണ്ട് എനിക്കൊരു വോട്ട് ഇടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ലക്ഷ്യം ഖദർ മുക്ത ഭാരതം. അതിന് ഞങ്ങൾ എന്തും ചെയ്യും. അറിയാലോ ആർക്ക് കുത്തുവന്ന്. നിക്ക് ബാക്കി കൂടി കേട്ടിട്ട് പോ. BRP-കാർ എനിക്ക് വോട്ടുകളെന്ന് മനസ്സിലാക്കിയ നീ അത് കൂടുതൽ ഉറപ്പുവരുത്താൻ അവരെ ചൊടിപ്പിച്ചു വിട്ടു. ചേച്ചിയുടെ ആ ബുദ്ധിയും നന്നായിട്ട് വർക്കൗട്ടായി. എല്ലാം കറക്റ്റ് അല്ലേ? അതായിരുന്നു നിന്റെ വാർഡിൽ നിന്ന് നിനക്ക് കിട്ടിയ 978 വോട്ടും ഞാൻ കുത്തിയിട്ടൊന്നുമല്ലല്ലോ. ഇനിയിപ്പോ കുഞ്ഞമ്മൂച്ചേട്ടൻ മരിച്ചത് നീ എന്റെ തലയിലിടുവോ? നീ എന്റെ അടുത്ത് കിടന്ന് തുള്ളാതെ ആ അലീനെ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വാട ചേർക്കാം. ചരിത്രത്തിൽ ആദ്യമായിട്ടേ തോറ്റുവിന്റെ ചമ്മല ചേച്ചിക്ക്. പക്ഷെ തോറ്റാലും ഉണ്ടല്ലോ മുഖത്തെ ചിരി മായൂല. ശരിക്കും ഒരു തോൽവിയും കൂടി നീ ഡയറിലായിരിക്കോ? ചേച്ചി തന്നെ. അതെങ്ങനെ? നീ ഇഞ്ഞ കൂടി ചേച്ചി നിരീക്ഷിച്ചോ. ഇതിലും വലുത് എന്തോ പിടിക്കാനുള്ള പുറപ്പാടാണ്. പ്രസിഡന്റ് വലുത്. ഒന്ന് പോട മണ്ട ഗുണാപ്പി. ചേച്ചി എനിക്കറിയില്ലേ? നീ ആ സുനന്ദയ്ക്ക് കുത്തിയല്ലേ? വൈസ് പ്രസിഡന്റ് സ്ഥാനോ കളഞ്ഞത് ഹിമാറെ? എവിടെയായിരുന്നു നീ? എന്റെ കല്യാണം കഴിഞ്ഞു രാവിലെ വരാന്ന് പറഞ്ഞിട്ട് എന്താ ചേച്ചിക്ക് എന്താ? നമ്മുടെ അടുത്ത ലക്ഷ്യം ചക്കരക്കുടം പഞ്ചായത്ത് ഉൾപ്പെടുന്ന എരുമക്കുഴി നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. KP സുനന്ദയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. രാഷ്ട്രീയം ഒരു സർക്കസ് കളിയാണ്. ഓരോ സ്റ്റെപ്പിലും നല്ല ബാലൻസും ഡബിൾ സ്ട്രോങ് മനസ്സും വേണ്ട കളി. അവിടെ സുനന്ദ ജയിച്ചു. കുടുംബം കുട്ടിച്ചോറാക്കാൻ നോക്കിയ അലക്സ് വെട്ടുകാലെയും CM പുഷ്കരനെയും നൈസായിട്ട് സൈഡാക്കാനുള്ള ഒരു ഗെയിമായിരുന്നു സുനന്ദയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ്. ഒരു പ്രത്യേകതരം റിവഞ്ച്. വാഴ നനയുമ്പോൾ ചീരയും നനയട്ടെ എന്ന പുതിയ അധ്വാനവർഗ തത്വശാസ്ത്രം രാഷ്ട്രീയത്തിൽ പയറ്റിക്കൊണ്ട്, അഥവാ സ്വന്തം വിജയത്തിനൊപ്പം അനിയനെ പ്രസിഡന്റാക്കിക്കൊണ്ട് സുനന്ദ അടുത്ത ബസ്സിനെതിരെ കൈ കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഹപ്രവർത്തകരെ, ഒരു ചെറിയ വാക്കിൽ തുടങ്ങാം. നന്ദി.